ഞാൻ ഡോക്ടർ ഗിരിജ മോഹൻ ഹാപ്പി ഹെൽത്തി കിഡ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ കൊടും ചൂടാണല്ലോ, ദിനം പ്രതി ചൂട് കൂടിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. ഈ ചൂട് ഒട്ടും നിസ്സാരമാക്കരുത്. മുതിർന്നവരാണെങ്കിലും ശരി, കുട്ടികളാണെങ്കിലും ശരി. അപ്പോൾ ഈ കൊടും ചൂടിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റിയും കുറച്ച് പ്രതിരോധ മാർഗങ്ങളെപ്പറ്റിയുമാണ് ഈ വീഡിയോ. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുടെ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് മുതിർന്നവരെക്കാട്ടിലും കൂടുതൽ സൂര്യതാപം, അതായത് ഹീറ്റ് ഇൽനെസ് ബാധിക്കുന്നത്? കുട്ടികളുടെ ബേസൽ മെറ്റബോളിസം തന്നെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഓരോ കിലോഗ്രാം വെയിറ്റിനും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവരുടെ ബോഡി സർഫസ് ഏരിയ കൂടുതലാണ്. വേറൊരു പ്രധാന കാര്യം, കൊച്ചുകുട്ടികൾക്ക് സ്വെറ്റ് ഗ്ലാൻസ് കുറവായതുകൊണ്ട് സ്വെറ്റിങ്ങും കുറവാണ്. വിയർത്താലാണല്ലോ ചൂടിൽ നിന്ന് കുറച്ച് ആശ്വാസം കിട്ടുന്നത്. പിന്നെ നമ്മളെല്ലാം ദാഹിക്കുമ്പോൾ വെള്ളം എടുത്ത് കുടിക്കുമല്ലോ. കുട്ടികൾക്ക് തന്നെത്താൻ വെള്ളം കുടിക്കാനുള്ള, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് ദാഹിച്ചാലും വെള്ളം കുടിക്കാനുള്ള അറിവോ കഴിവോ അവർക്കില്ലല്ലോ. പിന്നെ വലിയവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെ കുട്ടികൾക്ക് ചൂട് കാലാവസ്ഥയുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് കൂടുതൽ സമയം, ഏകദേശം 2 ആഴ്ചയിൽ കൂടുതലെടുക്കും. അപ്പോൾ ഈ കാരണങ്ങളെല്ലാം കൊണ്ടാണ് കുട്ടികൾക്ക് കൂടുതൽ ഹീറ്റ് ഇൽനെസ് വരാനുള്ള സാധ്യത. ഹീറ്റ് സ്ട്രോക്ക് അഥവാ സൂര്യാഘാതം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ശരിക്കും പറഞ്ഞാൽ ബേസിക്കായിട്ടുള്ള കാര്യം, പുറത്തുള്ള എൻവറോൺമെൻറ്റ് ടെമ്പറേച്ചർ കൂടുമ്പോൾ, സാധാരണഗതിയിൽ കൂടുതൽ ടെമ്പറേച്ചർ പുറത്താകുമ്പോൾ ബോഡിക്ക് അത് കൺട്രോൾ ചെയ്യുന്നതിനും അപ്പുറമാകുന്നു. അങ്ങനെയാണ് ഹീറ്റ് ഇൽനെസ് ഉണ്ടാകുന്നത്. അത് വളരെ മൈൽഡായിട്ടുള്ള ഹീറ്റ് എക്സോഷൻ തൊട്ട് വളരെ സിവിയർ മാരകമായ ഹീറ്റ് സ്ട്രോക്ക്, അതായത് സൂര്യാഘാതം എന്ന് പറയുന്ന അവസ്ഥ തന്നെ ഉണ്ടാകുന്നു. എന്താണ് ഈ ഹീറ്റ് ഇൽനെസ്സിൻ്റെ ലക്ഷണങ്ങൾ? മൈനർ സിംറ്റംസ് ആണെങ്കിൽ ഡീഹൈഡ്രേഷൻ്റെ സിംറ്റംസ് കാണാം, കൂടുതൽ ദാഹം. ശ്രദ്ധിക്കേണ്ടത് യൂറിൻ ഔട്ട്പുട്ട് കുറവാണെന്ന്. യൂറിൻ പോകുന്നത് അളവ് കുറവാണെന്ന് മാത്രമല്ല, നമ്മൾക്ക് കുട്ടികൾക്കും നോക്കാവുന്നതാണ്. യൂറിൻ പോകുമ്പോൾ ഡാർക്ക് കളറാണെങ്കിൽ, സാധാരണ യൂറിൻ ലൈറ്റ് കളർ, അതായത് ആംബർ കളേർഡ് യൂറിൻ എന്നാണല്ലോ നോർമൽ യൂറിന് പറയുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റഡ് യൂറിൻ്റെ കളറ് ഹൈ കളേർഡ് യൂറിൻ ആയിരിക്കും, നല്ല കടുത്ത മഞ്ഞ നിറമായിരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ശരീരത്ത് ആവശ്യത്തിന് വെള്ളമില്ലെന്ന്, കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കായിരിക്കും. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് യൂറിൻ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു 50% കുട്ടികളും വേർക്കാറില്ല. സീരിയസ് ആയിട്ട് വരുന്തോറും ശരീരത്തിലെ ടെമ്പറേച്ചർ 104 തൊട്ട് 105 ഡിഗ്രിയിൽ കൂടുതലാകാം. പിന്നെ വലിയ കുട്ടികളാണെങ്കിൽ ക്ഷീണം പറയും, നല്ല കടുത്ത തലവേദന, നോസി അഥവാ ഓക്കാനം, ഛർദിൽ, മസിൽ പെയിൻ, ക്രാംസ്. സീരിയസ് ആകുന്തോറും കൂടുതൽ ഉറക്കം, പ്രത്യേകിച്ച് കുട്ടികൾക്ക് മയക്കം, കൺഫ്യൂസ് സ്റ്റേറ്റ്, ഫിറ്റ്സ് വരാം, സംസാരത്തിൽ കുഴച്ചിൽ വരാം, ബോധം ഇല്ലാതാകുകയും കോമ സ്റ്റേറ്റിൽ എത്തുകയും ചെയ്യും. ഇതെല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയാണ്. ആർക്കെല്ലാമാണ് കൂടുതൽ ഹീറ്റ് എക്സോഷനും ഹീറ്റ് സ്ട്രോക്കും വരാൻ സാധ്യത? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ, പിന്നെ പ്രഗ്നൻ്റ് ലേഡീസ്, പുറത്തുപോയി സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉള്ള കുട്ടികൾ, അത്ലറ്റ്സ്, എസ്പെഷ്യലി ഫുട്ബോൾ കളിക്കുന്നവർ തുടങ്ങി പുറത്ത് പോയി എക്സേർട്ട് ചെയ്ത് കളിക്കുന്ന കുട്ടികളെല്ലാം കുട്ടികൾക്കെല്ലാം ഇതിന് ചാൻസ് കൂടുതലാണ്. ഹീറ്റ് എക്സോഷനോ ഹീറ്റ് സ്ട്രോക്കോ വെയിലത്ത് കളിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്കോ കാണുകയാണെങ്കിൽ ഉടനെ ഫസ്റ്റ് എയ്ഡ് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഏറ്റവും തണുപ്പുള്ള സ്ഥലത്തേക്ക് ഉടനെ കുട്ടിയെ മാറ്റുക. ടൈറ്റായിട്ടുള്ള ക്ലോത്ത്സോ ലൂസായിട്ടുള്ള ക്ലോത്ത്സോ ഏതാണെങ്കിലും ഉടനെ മാറ്റുക. നല്ലവണ്ണം വെള്ളം തളിക്കുക, തണുത്ത വെള്ളം തളിക്കുക. നല്ലവണ്ണം വീശി കൊടുക്കുക. ഓർമ്മക്കുറവൊന്നും ഇല്ലെങ്കിൽ വെള്ളം കുടിപ്പിക്കാം. അൺകോൺഷ്യസ് ആയ ഒരു കുട്ടിയുടെ വായിലും, കുട്ടികളോ മുതിർന്നവരുടെ വായിൽ ഒരു വെള്ളവും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുമല്ലോ. ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ട് എത്രയും വേഗം ഹോസ്പിറ്റൽ എത്തിക്കേണ്ടതാണ്. കടുത്ത ചൂടിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടാമോ? പുറത്തു പോയി ഓടിച്ചാടി കളിക്കുകയും മറ്റ് കളികളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് കുട്ടികളുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിന് ഏറ്റവും പ്രയോജനപ്പെടുമെന്ന് പറയാതെ തന്നെ അറിയാമല്ലോ. പക്ഷേ ഈ ചൂട് കാലത്ത് അത് നിയന്ത്രിക്കേണ്ടതാണ്. ഈ വെക്കേഷനാണല്ലോ ഇതിനെല്ലാം കൂടുതൽ സമയം കിട്ടുന്നത്. പക്ഷേ ഇത്രയും ചുട്ടുപൊള്ളുന്ന സമ്മർ വെക്കേഷനിൽ കുട്ടികൾക്ക് കുറച്ച് ടഫ് ടൈം തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു കൺട്രോളും ഇല്ലാതെ നമ്മൾ പുറത്തു പോയി കളിക്കാൻ കുട്ടികളെ അനുവദിച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കലും പുറത്തിറങ്ങി കളിക്കരുതെന്നല്ല പറയുന്നത്. എപ്പോഴാണ് നമ്മൾ കുട്ടികളെ വീട്ടിൽ തന്നെ ഇരിക്കാൻ പ്രോത്സാഹിപ്പിക്കേണ്ടത്? ഉച്ചയ്ക്ക് 12 മണി മുതൽ 4 മണി വരെയുള്ള സമയമാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലം. എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ ഒരു 10 മണി തൊട്ട് 4 മണി വരെ കുട്ടികൾ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ.
4 മണിക്ക് ശേഷം ചൂടിൻ്റെ ശക്തി കുറയുമ്പോൾ പുറത്തു പോയി നല്ലവണ്ണം കളിച്ചുകൊള്ളട്ടെ. പക്ഷേ പുറത്തു പോകാൻ അനുവദിക്കാത്ത കുട്ടികളെ നമ്മൾ അകത്തിരുത്തി എന്താണ് ചെയ്യേണ്ടത്? സമയമുണ്ടെങ്കിൽ പേരൻസും കൂടെ ചേർന്ന് പലതരത്തിലുള്ള ഇൻഡോർ ഗെയിംസിൽ ഏർപ്പെടാം. ക്യാരംസ് കളിക്കാം, സ്നേക്ക് ആൻഡ് ലാഡർ, ലൂഡോ തുടങ്ങിയ കളികൾ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട കളികളാണല്ലോ. ഹൈഡ് ആൻഡ് സീക്ക്, ഒളിച്ച് കളിക്കുന്നത്, പഴയ കളികളൊക്കെ തിരിച്ചു കൊണ്ടുവരട്ടെ. പിന്നെ പാട്ട് കേൾക്കാം, എഡ്യൂക്കേഷനായിട്ടുള്ള പ്രോഗ്രാംസ് ടി വിയിൽ കാണാം. അകത്തിരുത്തി എൻഗേജ്ഡ് ആക്കണം. അകത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരിക്കലും വെള്ളം കൊടുക്കാതിരിക്കരുത്. കുട്ടികളുടെ ഹൈഡ്രേഷനെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമാണ്. പിന്നെ അകത്തിരിക്കുമ്പോൾ പുറത്ത് നല്ല ചൂട് കാറ്റാണെങ്കിൽ വാതിലും ജനലും എല്ലാം അടച്ചിട്ടിട്ട് ഫാൻ ഇടുകയോ AC ഇടുകയോ ചെയ്യാം. അത്ര ചൂടുള്ള കാറ്റല്ലെങ്കിൽ നമുക്ക് ജനലും വാതിലും എല്ലാം തുറന്നിട്ട് കാറ്റ് മുറിയുടെ അകത്തേക്ക് വരട്ടെ. അത്രയും നല്ലവണ്ണം വെന്റിലേഷൻ കിട്ടട്ടെ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികളുടെ ഡ്രസ്സ് എങ്ങനെ വേണമെന്നുള്ളത്. ഈ ചൂട് കാലത്തും കാറ്റ് കയറാത്ത ഉടുപ്പിട്ട് കൊണ്ടുവരുന്ന കുട്ടികളെ നമ്മളിപ്പോഴും കാണുകയാണ്. ഏറ്റവും നല്ല ക്ലോത്തിങ് എന്താണ്? ലൈറ്റ് കളറായിട്ടുള്ള, വിയർപ്പ് നല്ലവണ്ണം വലിച്ചെടുക്കുന്ന, അതായത് കോട്ടനോ അല്ലെങ്കിൽ ലിനനോ ആയ ഉടുപ്പുകൾ ആണ് ഏറ്റവും നല്ലത്. ടൈറ്റായിട്ടുള്ള ഉടുപ്പുകൾ കഴിയുന്നത് ഒഴിവാക്കുക. ലൂസായിട്ടുള്ളത് തന്നെ വേണം. ടൈറ്റ് ക്ലോത്തിങ് ആണെങ്കിൽ റാഷസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റാഷ് വന്നിട്ട് അത് ഇൻഫെക്റ്റഡ് ആകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ബെറ്റർ വുഡ് ബി ലൈറ്റ് കളേർഡ് ലൂസ് കോട്ടൺ ഡ്രസ്സാണ്. പിന്നെ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ കുട്ടികളെ ഈ ചൂട് കാലത്ത് ഒരിക്കലും കാറിലിരുത്തി പോവുകയേ ചെയ്യരുത്. എപ്പോഴെങ്കിലും വീട്ടിൽ കറണ്ട് ഇല്ല, AC ഫാൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വേണമെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ചെയ്യുന്നത് പോലെ ഷോപ്പിംഗ് മാളിലോ AC ഉള്ള ഷോപ്പിംഗ് മാളിലോ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ വേണമെങ്കിൽ കുട്ടിയായിട്ട് പോയി ഇരിക്കുന്നത് ഒരു നല്ല ഓപ്ഷനാണ്. വീട്ടിലിരിക്കുമ്പോൾ ഇപ്പോൾ 2 നിലയുള്ള വീടാണെങ്കിൽ എപ്പോഴും നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെയാണല്ലോ ചൂട് കുറവുള്ള സ്ഥലം. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം വെള്ളം കുടിക്കുന്ന കാര്യമാണ്. കുട്ടികൾ വെള്ളം ചോദിക്കുന്നതിന് മുമ്പ് കൊടുക്കണമെന്ന് വളരെയധികം നിർബന്ധിച്ച് ഞാൻ പറയുകയാണ്. പിന്നെ എപ്പോഴും വെള്ളം കുടിക്കാൻ എൻകറേജ് ചെയ്യുകയും വേണം. ഇനി എങ്ങനെയാണ് കുട്ടികളെ വെള്ളം കുടിപ്പിക്കേണ്ടത്? നമ്മൾ ഒരു ദിവസത്തെ വെള്ളം മുഴുവൻ കൂടെ ഒരു പ്രാവശ്യം ലാർജ് ക്വാണ്ടിറ്റി ആയിട്ട് നിങ്ങൾ കൊടുക്കുമോ? ഒരുമിച്ച് ലാർജ് ക്വാണ്ടിറ്റി അല്ല കൊടുക്കേണ്ടത്. റെഗുലറായിട്ട് ഇൻ്റർവെല്ലിൽ കുറേശ്ശെ വെള്ളം കുടിപ്പിക്കുക. അപ്പോൾ കുട്ടികൾ കുടിക്കുകയും ചെയ്യും. എന്തെല്ലാം വെള്ളമാണ് നമ്മൾ വെറുതെ തിളപ്പിച്ചാറിച്ച് കുടിക്കുന്ന വെള്ളം പേരൻസ് പറയുന്നത് കുട്ടികൾ കുടിക്കുകയില്ലെന്നാണ്. നമ്മൾക്ക് വേണമെങ്കിൽ ഉപ്പിട്ട നാരങ്ങ വെള്ളം, പക്ഷേ കുട്ടികൾ ഉപ്പ് മാത്രം ഇട്ടാൽ കുടിക്കുന്നതായിട്ട് കാണുന്നില്ല. ഉപ്പും പഞ്ചസാരയും ഇട്ട നാരങ്ങ വെള്ളം, കരിക്കും വെള്ളം, മോരും വെള്ളം, ഇതിലേതാണ് കുട്ടി ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് ദാഹം അനുസരിച്ച് കുടിക്കുന്ന അനുസരിച്ച് ഇടവിട്ട് കൊടുക്കുന്നത് ആണ് ഏറ്റവും ഉത്തമം. ഇനി എത്ര വെള്ളം കൊടുക്കണം? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 6 മാസം വരെ ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രാ വെള്ളം ആവശ്യമില്ല. പക്ഷേ അമ്മ ആവശ്യത്തിനനുസരിച്ച് വെള്ളം കുടിച്ചിരിക്കണം. എന്നിട്ട് വളരെ സാധാരണയിൽ കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുകയും വേണം. 7 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 3 കപ്പ്, അതായത് 3 കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏകദേശം 250 ml വെള്ളം, 3/4 ലിറ്റർ തൊട്ട് 1 ലിറ്റർ വെള്ളം വരെ പാലായിട്ടോ വെള്ളമായിട്ടോ ഇതുപോലെ കുറേശ്ശെ കൊടുക്കാം. നമുക്ക് ഒരു ബോട്ടിൽ എടുത്തു വെച്ചാൽ, 1 ലിറ്റർ ബോട്ടിൽ എടുത്തു വെച്ചാൽ അത് പല പ്രാവശ്യമായിട്ട് കൊടുക്കാം. 3 കപ്പ് തൊട്ട് 4 കപ്പ് വരെ നമുക്ക് കൊടുക്കാം. 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 4 കപ്പ്, അതായത് 1 ലിറ്റർ. നമ്മൾ ഏത് വെള്ളമാണെങ്കിലും 1 ലിറ്ററിൻ്റെ ബോട്ടിൽ എടുത്ത് വെച്ചാൽ നമുക്കത് തീരുമ്പോൾ കുട്ടിയെ ആവശ്യത്തിന് കുടിച്ചതെന്ന് അറിയാൻ പറ്റുമല്ലോ. 4 തൊട്ട് 8 വയസ്സ് വരെയുള്ള കുട്ടികൾ, റഫായിട്ടുള്ള ഒരു ഇതാണ് ഞാൻ പറയുന്നത്, ഒരു 1 തൊട്ട് 1.25 ലിറ്റർ വെള്ളം കൊടുക്കുക. 5 കപ്പ് വെള്ളം കൊടുക്കുക. 9 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 7 കപ്പ് തൊട്ട് 11 കപ്പ് വരെ, അതായത് വലിയവർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന പോലെ 7 കപ്പ് എന്ന് വെച്ചാൽ ഏകദേശം 2 ലിറ്റർ വെള്ളമെന്ന് ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഫ്ലൂയിഡ്, ഏത് ഫ്ലൂയിഡ് ആണെങ്കിലും 9 വയസ്സിന് മുകളിൽ ഏകദേശം 18 വയസ്സ് വരെ, അതായത് മുതിർന്നവർക്ക് കൊടുക്കുന്ന പോലെ 2 ലിറ്റർ തൊട്ട് 2.25-3 ലിറ്റർ വരെ വെള്ളം കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ്. ഇനി എന്തെല്ലാം വെള്ളമാണ് നമ്മൾ കൊടുക്കരുതെന്ന് പറയുന്നത്? കോള പോലത്തെയുള്ള ഡ്രിങ്ക്സ്, സോഡ, ടെട്രാ പാക്കിൽ കിട്ടുന്ന ജ്യൂസുകൾ ഹൈ കാലറിയാണ്. നമ്മൾ യാത്ര പോകുമ്പോഴോ നടന്നു പോകുമ്പോഴോ റോഡ് സൈഡിൽ ഒരുപാട് ജ്യൂസുകൾ വിൽക്കുന്നുണ്ടല്ലോ. അതൊന്നും അത്ര ഹൈജീനിക് ആണെന്ന് 100% തീർച്ചയാണെങ്കിൽ മാത്രമേ അത് വാങ്ങിച്ച് കൊടുക്കാവുള്ളൂ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള ചികിത്സയും ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ഐസിട്ടുള്ള ജ്യൂസ് വാങ്ങിച്ച് കൊടുക്കുകയാണെങ്കിൽ ഏത് വെള്ളത്തിലാണ് ഐസ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾക്ക് യാതൊരു അറിവുമില്ലല്ലോ. അതുകൊണ്ട് കഴിയുന്നതും റോഡ് സൈഡിൽ നിന്നുള്ള ജ്യൂസുകളോ പാനീയങ്ങളോ ഒന്നും കുട്ടികൾക്ക് മേടിച്ച് കൊടുക്കരുതെന്ന് തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി ഏതെല്ലാം ഫ്രൂട്ട്സും ഫുഡുമാണ് കുട്ടികൾക്ക് ഈ സമയത്ത് റെക്കമെൻഡ് ചെയ്യുന്നത്? നല്ലവണ്ണം വെള്ളമുള്ള ഫ്രൂട്ട്സ്, അതാണല്ലോ ഇപ്പോൾ ധാരാളം കിട്ടുന്നത്. വാട്ടർമെലോൺ, തണ്ണിമത്തങ്ങ, മാങ്ങയുടെ സീസൺ ആണെങ്കിൽ മാങ്ങ കൊടുക്കാം. നല്ലവണ്ണം കഴുകി ശുദ്ധമാക്കിയ
ഗ്രേപ്സ് കൊടുക്കാം, മെലോൺസ്, വെള്ളം കൂടുതലുള്ള ഫ്രൂട്ട്സ് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. എപ്പോഴും ജ്യൂസിനെക്കാട്ടിലും നല്ലത് ഫ്രൂട്ട്സ് തന്നെയാണ്. ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തൈര്, യോഗട്ട്, നട്ട്സ്, എഗ്സ്, ചീസ് ഇതെല്ലാം റെക്കമെൻഡ് ചെയ്യുകയാണ്. പിന്നെ ഡീപ് ഫ്രൈ ചെയ്ത സാധനങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുകയാണ് നല്ലത്. കുട്ടിയായിട്ട് പുറത്ത് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? കൂടെ കൊണ്ടുപോകണമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എപ്പോഴും കൂടെ കരുതുക. കൂടെ എപ്പോഴും കരുതേണ്ട വേറൊരു സംഗതിയാണ് വാട്ടർ ബോട്ടിൽ. അപ്പോൾ കുടയും വാട്ടർ ബോട്ടിലും കൂടെ തന്നെ കൊണ്ടുപോവുക, അത് ഉപയോഗിക്കുക. തൊപ്പി ഇങ്ങനെയുള്ള തൊപ്പിയാണ്, നല്ല ബ്രിമ്മുള്ള തൊപ്പിക്ക് ചുറ്റും നമ്മൾ കണ്ടിട്ടില്ലേ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ തൊപ്പി വയ്ക്കുന്ന അതേപോലത്തെ ബ്രിമ്മുള്ള തൊപ്പി വേണം വയ്ക്കാനായിട്ട്. അപ്പോൾ കൂടുതൽ ചൂട് അടിക്കുകയില്ല. പിന്നെ നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ 10 മണിക്കോ 12 മണിക്കും 4 മണിക്കും ഇടയ്ക്കുള്ള സമയം കഴിയുന്നത് ഒഴിവാക്കുക. ഇവിടെ നേരത്തെ രാവിലെ പോവുകയോ അല്ലെങ്കിൽ വൈകുന്നേരം ചൂട് കുറയുന്ന സമയത്ത് പുറത്ത് പോകാൻ ശ്രമിക്കുക. ചൂടുള്ള സ്ഥലത്ത് നടക്കരുതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടൈൽസ് ഇട്ടേക്കുന്ന ഫുട്പാത്തുകളാണല്ലോ കൂടുതലും. ചെരുപ്പിടാതെ ആ ടൈൽസുള്ള സ്ഥലത്തൂടെ കഴിയുന്നത് നടക്കരുത്. ചുട്ടുപൊള്ളുന്ന മണൽ ഇതെല്ലാം കുട്ടികൾ ചെരുപ്പില്ലാതെ അതിന് പുറത്തൂടെ നടക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പാർക്കിലോ പ്ലേ ഗ്രൗണ്ടിലോ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവിടെയുള്ള എക്യുപ്മെൻറ്റ്സ്, ഉദാഹരണത്തിന് മെറ്റൽ കൊണ്ടുള്ള ഏത് എക്യുപ്മെൻ്റ് ആണെങ്കിലും തൊട്ട് നോക്കിയിട്ടേ കുട്ടികളെ അതിലിരുത്താവുള്ളൂ. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ, സൺസ്ക്രീനിൻ്റെ കാര്യം. 6 മാസത്തിന് താഴെ സൺസ്ക്രീൻ റെക്കമെൻഡ് ചെയ്യുന്നതേ ഇല്ല. ഇനി അതിന് മുകളിലുള്ള കുട്ടികൾക്കാണെങ്കിൽ എക്സ്പോസ് ചെയ്യുന്ന ഏരിയയിൽ ചെറുതായി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതും സൺ പ്രൊട്ടക്ഷൻ ഫാക്ട്, അതായത് SPF 30ൽ കൂടുതലുള്ളതാണ് കുട്ടികൾക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. എന്നാലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ ഒപ്പീനിയൻ ചോദിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വളരെ മൈൽഡായിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ആ ഏരിയയിൽ തന്നെ, എക്സ്പോസ്ഡ് ഏരിയയിൽ ഉപയോഗിക്കുക. അത് ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് വലിയ പ്രയോജനമില്ല. 3 മണിക്കൂർ കൂടുമ്പോൾ അത് അപ്ലൈ ചെയ്യുകയാണ് നല്ലത്. എന്തായാലും അത്ര അത്യാവശ്യമില്ലെങ്കിൽ കുട്ടികളെ ആ സമയങ്ങളിൽ പോകാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ പുറത്ത് പോയിട്ട് വന്നാൽ ചൂട് കാരണം കുട്ടികൾക്കും പേരൻസിനും എല്ലാം ഒരു ഇറിറ്റേഷൻ തോന്നിയേക്കാം. അകത്ത് വന്നിട്ട് ശരീരവും മനസ്സും തണുപ്പിക്കുക, റെസ്റ്റ് എടുക്കുക, വെള്ളം കുടിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ കുളിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹീറ്റ് ഇൽനെസ്സിനെ പറ്റി ഈ സമ്മർ ടൈമിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട സംഗതികൾ. എല്ലാവരും ഈ പ്രിക്കോഷൻസ് എല്ലാം എടുക്കുമെന്നും നിങ്ങൾക്കും കുട്ടികൾക്കും ആർക്കും ഒരിക്കലും സൂര്യതാപവും സൂര്യാഘാതവും ഒരിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.